ഇറാൻ അമേരിക്ക സംഘർഷം നമ്മുടെ വ്യോമഗതാഗതത്തെയും ചില്ലറയൊന്നുമല്ല ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കൊച്ചിയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് 3 സർവീസുകൾ മാത്രമാണ് ഇന്നുണ്ടാവുക എന്നുള്ളതാണ്. 8:10-നും 2:25-നും ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. 11:30-ക്ക് ജിദ്ദയിലേക്ക് സൗദി എയർലൈൻസിൻ്റെ മറ്റൊരു സർവീസ് കൂടി ഇപ്പോൾ ഉണ്ട് എന്നാണ്. ബാക്കി വിമാന സർവീസുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായും റദ്ദാക്കിയ പശ്ചാത്തലം ഏറെ ഗൗരവതരമായ ഒന്നാണ്. ഡാനി ഇപ്പോൾ ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. ഡാനി, ഇന്നും വ്യോമഗതാഗതം സാധാരണ നിലയിലാകുന്ന ലക്ഷണമില്ല അല്ലേ? കാര്യമായി തന്നെ പ്രതിസന്ധികളുണ്ട്. നിരവധി വിമാനങ്ങൾ റദ്ദാക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? രഞ്ജിത്ത്, അനിശ്ചിതത്വം തുടരുകയാണ്. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി നിലനിൽക്കുന്നു. ഇപ്പോഴും വ്യോമഗതാഗതം അത് പൂർവ്വസ്ഥിതിയിലാകുന്നതിന് പൂർണ്ണസജ്ജമാകുന്നത് എപ്പോഴാണ്, എന്നാണ് എന്നൊന്നും ആർക്കും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഗൾഫ് മേഖലയിൽ, വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ചും തന്നെ നിലനിൽക്കുന്നു എന്നതാണ്. ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ഇപ്പോൾ മലയാളികളെ തന്നെ ഉൾപ്പെടുന്ന വലിയൊരു പ്രവാസി സമൂഹത്തെ തന്നെയാണ്. പലർക്കും അവിടെ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്തതും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാൻ കഴിയാത്തതുമായ അവസ്ഥ എല്ലാം തന്നെ ഈ തുടക്കത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ കൊച്ചിയിൽ നിന്ന് മാത്രമായി ഏതാണ്ട് 23 സർവീസുകളാണ് വിവിധ വിമാന കമ്പനികളുടേതായിട്ട് ഗൾഫ് മേഖലയിലേക്ക് ഉണ്ടായിരുന്ന സർവീസുകൾ റദ്ദ് ചെയ്യേണ്ടി വന്നത്. പലരും അവിടെ തുടർന്ന് പ്രതീക്ഷയോടെ പുറപ്പെടാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ചിലരെല്ലാം തന്നെ എത്തിയിരുന്നു. കാരണം ഇതിൽ സർവീസുകൾ ഉണ്ടാകുമെന്ന് റീഷെഡ്യൂളിംഗ് സംബന്ധമായ ചില അറിയിപ്പുകളും വന്നതിനെ തുടർന്നാണ്. പക്ഷേ നമുക്കറിയാം, സാഹചര്യങ്ങൾ വളരെ കലുഷിതമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതത്വം തുടരുകയാണ്. ഏതായാലും ഇന്ന് 3 സർവീസുകൾ, അത് പ്രധാനമായും ഈ ഒമാൻ കേന്ദ്രീകരിച്ചുള്ളതാണ്, മസ്കറ്റ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. കാരണം അവിടേക്ക് താരതമ്യേന അവിടേക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയുമോ എന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയും മസ്കറ്റ് കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നതനുസരിച്ച് ഇതിൽ 3 സർവീസുകളാണ് ഉള്ളത്. ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നത് ഇന്നലെ രാത്രിയും അത് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8:10-നും 2:25-നും ഒമാൻ എയർവേസിൻ്റെ സർവീസുണ്ട്. അതോടൊപ്പം തന്നെ സൗദി എയർലൈൻസിൻ്റെ 11:30-ന് ജിദ്ദയിലേക്കുള്ളൊരു സർവീസ് കൂടി നിലവിൽ ഇവിടെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അറിയാനായിട്ട് സാധിക്കുന്നത് അത് ഒരുപക്ഷെ പിന്നീട് ക്യാൻസൽ ആവാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. വൈകുന്നേരങ്ങളിലുള്ള, അതായത് രാത്രിയോടടുക്കുമ്പോഴുള്ള സർവീസാണ് എത്തിഹാദിൻ്റേതും അതോടൊപ്പം തന്നെ സ്പൈസ് ജെറ്റിൻ്റെ ദുബായിലേക്കും എന്നാണ് അത് പറഞ്ഞിരിക്കുന്നത്. നേരത്തെയുള്ള ഒരു അറിയിപ്പാണ് അത്. അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് അതിൽ ഒരു അന്തിമമായ രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതായാലും വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി